നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരു വ്ളോഗാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്, ഇവിടെ വിൻ്ററായി തുടങ്ങി. അപ്പം നല്ല വെതറാണ്, നമുക്ക് ഔട്ട് സൈഡൊക്കെ പോകാൻ പറ്റിയ, അവിടെ നിന്ന് പോരാൻ തോന്നില്ല, അതുപോലത്തെ നല്ലൊരു വെതറാണ്. അപ്പോൾ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ നമുക്ക് ഔട്ട് സൈഡ് ആക്കാം. അപ്പോൾ നമ്മൾ കത്താറ എന്ന് പറഞ്ഞൊരു കൾച്ചറൽ വില്ലേജ് ഉണ്ട്, അവിടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഓൺ ദ വേ കണ്ട ഇവിടെ നല്ല മനോഹരമായ പൂക്കൾ. അപ്പോൾ ഇവിടെ വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു, നിങ്ങളോടൊക്കെ ഒന്നൊരു ഹായ് പറയാമെന്ന് വെച്ചു. അപ്പം ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിവിടെ കത്തറയിൽ എത്തിയിട്ടുണ്ട്. കത്തറയുടെ ഒരു പോർഷനാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പാർക്കാണ്, നല്ല മലയൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ മുകളിലേക്ക് നമുക്ക് കയറാം. അപ്പുറത്ത് ബീച്ചുണ്ട്, പിന്നെ അവിടെ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് പിന്നേക്ക് പോകാം. നമുക്കിപ്പോൾ ഈ ഹില്ലിലേക്ക് കയറാം കേട്ടോ. ഇത് 2 ഹില്ലുണ്ട്, നോർത്ത് ഹില്ലും സൗത്ത് ഹില്ലും. ഇങ്ങനെ 2 സൈഡിലായിട്ടാണ് ഇവിടെ പണിത് വെച്ചിട്ടുള്ളത്. അപ്പം മേലേക്ക് പോകാനായിട്ട് റോഡൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളുടെ വണ്ടികൾ അവിടേക്ക് കയറ്റി വിടുന്നില്ല. പകരം ഇവിടെ ക്ലബ് കാറുകളൊക്കെ ഉണ്ട് നമുക്ക് മേലേക്ക് കയറാനായിട്ട്. അപ്പം നമുക്കിനി മുകളിലേക്ക് കയറാം. നമ്മൾ താഴേന്ന് മേലേക്ക് കയറി വന്നിട്ടുണ്ട്. മേലെ എത്തിയപ്പോൾ ചെറിയൊരു പ്ലെയിൻ ഏരിയ ആയി. 2 സൈഡിലും ചെറിയൊരു മല പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് കയറി പോകാം. ഹില്ലെല്ലാം മാൻമെയ്ഡ് ഹില്ലാട്ടോ. പിന്നെ ഇവിടെ കാണുന്ന മരങ്ങളെല്ലാം 7 കോണ്ടിനെൻറ്റിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള മരങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മരത്തുമ്മലെല്ലാം പേരുകളുണ്ട്. പിന്നെ ഖത്തറിൽ കാണപ്പെടുന്ന കോമൺ പ്ലാന്റ്സും മരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ദോഹയിലുള്ള പബ്ലിക് പാർക്കുകളിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് പബ്ലിക് പാർക്കാണിത്. ആർക്കും ഇവിടെ കയറി വരാൻ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. മല അറിയപ്പെടുന്നത് ഒന്ന് നോർത്ത് ഹില്ലും മറ്റേത് സൗത്ത് ഹില്ലും എന്ന പേരിലാണ്. ഒരു ഹില്ലിൻ്റെ മേലെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, പിന്നെ അവിടെ വാട്ടർഫോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ആ സൈഡ് ബ്ലോക്കാണ്, കാരണം അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഏരിയയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. രസമാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഖത്തറിലുള്ളവരൊക്കെ ഒന്ന് ഇവിടെ വരിക, നമുക്ക് നല്ല കാഴ്ചകളുണ്ട്. കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലേസ്. അപ്പം അധികം ആളുകളൊന്നുമില്ല, നല്ല ഫുഡൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിക്കാം. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ പ്ലേസാണിത്.
ഇതാ കാണുന്ന ബിൽഡിങ്സ് എല്ലാം പേൾ ഖത്തറിൻ്റെ ഭാഗമാണ്. അവിടെ ബീച്ച് കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. ഈ കാണുന്ന ആ ചെറിയ കെട്ടിടം വാഷ്റൂമാണ്. എന്ത് ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. 4:30 ആയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഇതാ ഇരുട്ടായി തുടങ്ങി, സൺസെറ്റായി. അപ്പോൾ നല്ല വെതറാണ്, വിൻ്ററൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഔട്ട് സൈഡൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല വെതറാണ്. ഇങ്ങനെ നമ്മുടെ ഇപ്പം ഇന്നത്തെ ഈ പാർക്കിലെ കാഴ്ചകളൊക്കെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അപ്പുറത്ത് കുറച്ച് ബിൽഡിംഗ് ഏരിയ ഉണ്ട്, അവിടെയാണ് ഈ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറ്. അപ്പോൾ ഈ നാഷണൽ ഡേ വരെയാണ്. നാഷണൽ ഡേക്കൊക്കെ ഒരുപാട് പ്രോഗ്രാമൊക്കെ അവിടെ നടക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇപ്പോൾ നമ്മൾ ഈ കുന്നുപ്രദേശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി. ഇനി നമുക്ക് കൾച്ചറൽ വില്ലേജിലേക്ക് പോകാം. അപ്പോൾ ആ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ഈ സൈഡിൽ കാണുന്നത് നമ്മൾ നേരത്തെ പോയ ആ കുന്നിൻ്റെ പ്രദേശം തന്നെയാണ്. ഇത് നല്ല ലെങ്ത്തിൽ അറ്റം വരെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡ് വഴിയിലൂടെയൊക്കെ തന്നെ മേലേക്ക് കയറാൻ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കെട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ റോഡായിട്ടുണ്ട്, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. നമുക്ക് ഏതിലൂടെ വേണമെങ്കിലും ഈ മലയുടെ മുകളിലേക്ക് കയറിപ്പോവാം. ഇപ്പം നമ്മൾ കൾച്ചറൽ വില്ലേജിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഒരു ക്ലബ് കാറിലൂടെയാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നത്. ഒരുപാടുണ്ട് നമുക്ക് നടന്ന് അങ്ങ് എത്താൻ വേണ്ടി. നമുക്ക് ബീച്ചിൻ്റെ സൈഡ് വരെ അങ്ങ് നടന്ന് പോവാം. പക്ഷെ നമ്മളിപ്പം ഈ ക്ലബ് കാർ യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ കാണുന്ന ഈ ഓരോ കെട്ടിടങ്ങൾ, റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പ്ലാനറ്റോറിയം ഉണ്ട്, അങ്ങനെ ഒരുപാട് മാളുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ തിയേറ്റർ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഏരിയ ആംഫി തിയേറ്ററാണ്. ഇതിവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്.
ഓപ്പൺ തിയേറ്ററാണ് കേട്ടോ അത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് നമുക്ക് സീറ്റ് എന്നൊക്കെ പറയുന്നത് ആ സ്റ്റെപ്പുകളാണ്. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ കാണുക. എപ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടക്കാറുണ്ട്. പിന്നെ ഇവിടെ ഫാൽക്കൻ്റെ ഷോയൊക്കെ എപ്പോഴും നടക്കാറുണ്ട്. പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കാറുണ്ട്. നമുക്ക് ഈ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തറിയാൻ പറ്റും ഖത്താറിൽ നടക്കുന്ന പ്രോഗ്രാംസ് എന്താണോ അതനുസരിച്ച് നമുക്കിവിടെ വന്ന് ഷോ ഒക്കെ കണ്ടു പോകാവുന്നേ ഉള്ളൂ. ചിലതെല്ലാം ഫ്രീ ആയിരിക്കും, നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. കോഫി ടൈം, കുറച്ച് കോഫി കുടിക്കാം. ഖത്താറിലെ കാഴ്ചകളെല്ലാം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എത്ര തവണ കണ്ടാലും എത്ര തവണ വന്നാലും മതി വരാത്തൊരു പ്ലേസാണ് ഖത്താറ. ഇവിടെ ഈദ് ടൈമിൽ അല്ലെങ്കിൽ നാഷണൽ ഡേ ടൈമിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ നടക്കാറുണ്ട്. നമുക്കിവിടെ വന്നാൽ നന്നായി ആസ്വദിക്കാൻ പറ്റാവുന്ന തരത്തിൽ, നമുക്ക് മടുപ്പ് തോന്നാത്ത തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളും പ്രോഗ്രാമുകളും പല തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിത് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ്. അപ്പം എല്ലാവരും ഇത് എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളിവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. പതുക്കെ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഖത്താറിലെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.